നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി സൂക്ഷ്മ പരിശോധന കഴിഞ്ഞതോടെ തള്ളിക്കളഞ്ഞത് 2261 പത്രികകളാണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ തെറ്റുകളുടെ പേരിലാണ് പല പത്രികകളും തള്ളിയത്. ഒപ്പിടാൻ മറന്നു പോവുക, നാമനിർദ്ദേശ പത്രികയിൽ പിന്താങ്ങുന്നയാൾ മറ്റൊരു ഡിവിഷനിൽ നിന്ന് എത്തുന്ന ആൾ, അങ്ങനെ പലതരത്തിലുള്ള തെറ്റുകൾ. സാധാരണ വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോഴാണ് പത്രിക തള്ളുന്നത്. അതല്ലെങ്കിൽ പേര് കൃത്യമായി രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ സർക്കാർ രേഖകളിൽ പേരില്ല എങ്കിലൊക്കെയാണ് പത്രിക തള്ളുന്നത്. ഇവിടെ കൃത്യമായി പറയുകയാണെങ്കിൽ അശ്രദ്ധയുടെ പേരിലും അലക്ഷ്യമായി പത്രിക പൂരിപ്പിച്ചതിൻ്റെ പേരിലുമാണ് നല്ലൊരു ശതമാനം പത്രികകൾ തള്ളിയതെന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇരു മുന്നണികളും വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. എന്താണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? പ്രത്യേകിച്ചും സാക്ഷരത അല്ലെങ്കിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഈ കേരളത്തിൽ നാമനിർദ്ദേശ പത്രിക പൂരിപ്പിച്ച് നൽകുന്ന കാര്യത്തിൽ പോലും ഇത്തരത്തിൽ തെറ്റ് പറ്റുന്നത് ഒരു സ്വാഭാവിക സംഭവം എന്നൊരിക്കൽ പോലും പറയാൻ പാടില്ല. അത് ഗൗരവത്തോടെ തന്നെ ഇരു മുന്നണികളും കാണണം. ഇത് നമ്മൾ ജനാധിപത്യപരമായ ഒരു മത്സരത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓരോ അർത്ഥത്തിലും അതിൻ്റെ ഗൗരവം കാത്തു സൂക്ഷിക്കേണ്ടത് മുന്നണികളുടെ എല്ലാം അത്യാവശ്യ ഘടകമാണ്. സ്പെഷ്യൽ റെസ്പോൺസ് ഇനി മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പരിശോധിക്കുകയാണെങ്കിൽ വിമതശല്യത്തിൽ ഒരു കുറവുമില്ല എന്ന് തന്നെ പറയാം. ഇടതുമുന്നണിയിലും വലതുമുന്നണിയിലും, അതായത് LDFും UDFും ഒരുപോലെ തന്നെ വിമതന്മാരുടെ ശല്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. പ്രത്യേകിച്ചും തിരുവനന്തപുരം വെച്ച് നോക്കുകയാണെങ്കിൽ CPIMൻ്റെ മുന്നിൽ 3 വിമതന്മാരാണ് ഒരുപോലെ മത്സരിക്കാൻ നിൽക്കുന്നത് കോർപ്പറേഷനിലേക്ക്. ഒരാളെ പുറത്താക്കിയെങ്കിലും മറ്റു 2 പേർ ഇപ്പോഴും മത്സരത്തിൽ നിന്നും പിൻവാങ്ങില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ മുന്നണികൾക്ക് തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിലേക്ക് വിമതന്മാർ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ഇങ്ങനെ തുടരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. എന്തുമാത്രം വിമതന്മാരെ പിന്തിരിപ്പിക്കാൻ കഴിയും? പലപ്പോഴും വിമതന്മാർ, പ്രത്യേകിച്ചും ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ നിർണായകമായ പദവികൾ രാഷ്ട്രീയ പാർട്ടികൾ വഹിച്ചിരുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ വിമതന്മാരായി രംഗത്തുള്ളത്. അവരുടെ നീക്കങ്ങൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. അത്തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിമതശല്യം വ്യാപകമാണ്, പ്രത്യേകിച്ചും വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഇവരെ പിന്തിരിപ്പിക്കുന്നത് വലിയ ഒരു യജ്ഞമായി തന്നെ രാഷ്ട്രീയ പാർട്ടികൾ എടുത്തിരിക്കുന്നു. അവർ അതിൻ്റെ പിന്നാലെയാണ്. കാരണം ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് ഇവരെ പിന്തിരിപ്പിച്ചുകൊണ്ട് കൃത്യമായി ഒരു സ്ഥാനാർത്ഥിയിലേക്ക് എത്തുക എന്ന ദൗത്യം നിറവേറ്റാനുള്ള സമയം ഉള്ളത്. എന്തായാലും അത്തരത്തിൽ ആ ശ്രമങ്ങൾ നടക്കുമ്പോഴേക്കും മറ്റൊരു തരത്തിൽ ഭീഷണികളാണ് പല സ്ഥലങ്ങളിലും ഉയർന്നു പൊങ്ങി വരുന്നത്. അത് അങ്ങ് കണ്ണൂരാണ്. കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂരിൽ, അതായത് കഴിഞ്ഞ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കണ്ണൂർ ജില്ലയിൽ മാത്രം 18 സ്ഥാനാർത്ഥികളാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ തവണ അത് 9 കുറഞ്ഞിട്ടുണ്ട്. ആന്തൂർ ഉൾപ്പെടെയുള്ള മലപ്പട്ടത്തും കണ്ണപുരത്തുമൊക്കെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വരുമ്പോൾ ഇതിൽ നിന്നും UDF ഇപ്പോൾ ഉന്നയിക്കുന്നത് അവർക്ക് മത്സരിക്കാൻ അവസരം നൽകുന്നില്ല, അവരെ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ്. പക്ഷേ യഥാർത്ഥ വസ്തുത എന്താണെന്ന് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ വലിയ സമയക്കുറവില്ലാതെ തന്നെ അവർ വ്യക്തമാക്കുകയും ചെയ്യും. എന്തായാലും ഇത്തരത്തിലൊരു ഭീഷണിയും ജനാധിപത്യത്തിന് യോജിച്ചതല്ല. എന്തായാലും എതിർപക്ഷമുണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യത്തിലെ വിജയത്തിന് അതിൻ്റെ ഒരു പൂർണ്ണത വരികയുള്ളൂ എന്നുള്ളൊരു ബോധം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടായാൽ നന്ന്. അതേസമയം കോൺഗ്രസ്സിലാകട്ടെ വളരെ വിചിത്രമായൊരു സംഭവം ഇന്ന് കണ്ടു. കാസർഗോഡ് മഞ്ചേശ്വരത്താണ് ഈ സംഭവം. പ്രത്യേകിച്ചും കാസർഗോഡ് മഞ്ചേശ്വരം ബ്ലോക്ക് കമ്മിറ്റി ഓഫീസ് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അടച്ചുപൂട്ടി. അതിൽ പ്രത്യേകിച്ചൊരു കാര്യമൊന്നും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്താണെന്നറിയില്ലേ? 3 സീറ്റുകൾ ലീഗിന് നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് അടച്ചുപൂട്ടി അവിടുത്തെ ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ളവ മണ്ഡലം പ്രസിഡന്റ് എടുത്തുകൊണ്ട് പോയി ബോർഡും അഴിച്ചു മാറ്റി. ഇങ്ങനെ വിചിത്രമായ എത്ര സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷവും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയപരമായി ഒരു ഐക്യത്തിനും കുറവില്ല. മുന്നണികൾ തങ്ങളുള്ള ഐക്യത്തിൽ, മുന്നണിക്കുള്ളിലെ ഐക്യത്തിന് വലിയ ശക്തിയുണ്ട്, പ്രശ്നമില്ല എന്ന് പറയുമ്പോഴും വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒക്കെ തന്നെ വലിയ തരത്തിൽ മുന്നണിക്കുള്ളിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് തെളിയിക്കുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ മഞ്ചേശ്വരത്ത് ഉൾപ്പെടെ കാണുന്നത്. മലപ്പുറത്തും കോഴിക്കോടുമൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ തലപൊക്കിയെങ്കിലും നേതാക്കന്മാർ വലിയ ശ്രദ്ധ കൊടുക്കാതെ അത് പ്രാദേശികമായി അതിൻ്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു. പക്ഷേ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള നീക്കങ്ങളുണ്ടായാൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് ഏതു തരത്തിലുള്ള നീക്കങ്ങളാണെന്ന് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നണികളെല്ലാം ഒരുപോലെ ശക്തരാണ് എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ഇപ്പോഴും ഈ മുന്നണിക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതിൻ്റെ സൂചനകളാണ് മഞ്ചേശ്വരത്ത് നമ്മൾ കണ്ടത്.